നമ്മുടെയൊക്കെ വികാരങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായ ഒന്നാണ് സ്നേഹം. അതായത് സാമ്രാജ്യങ്ങളെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അത് ഇല്ലാതാക്കാനും കഴിവുള്ള ഒരു വികാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്നേഹം എന്ന ഈ വലിയ ശക്തിയുടെ രണ്ട് മുഖങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഈ സ്നേഹം, അത് ശരിക്കും നിങ്ങൾക്ക് നല്ലതാണോ അതോ ദോഷമാണോ ചെയ്യുന്നത്? വേറൊരു രീതിയിൽ ചോദിച്ചാൽ, ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണോ അതോ വീക്ക്നെസ് ആണോ? ഓക്കെ, അപ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാരണം നമ്മളിന്ന് നോക്കുന്ന ഈയൊരു കാഴ്ചപ്പാടില്ലേ, അതനുസരിച്ച് സ്നേഹത്തിന് രണ്ട് മുഖങ്ങളുണ്ട്. അതായത് സ്നേഹം ഒരു നേർരേഖയല്ല, അതൊരു കവല പോലെയാണ്. ഒരു വഴി നമ്മളെ വളർത്തുന്ന നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സ്നേഹത്തിലേക്കാണ്, പക്ഷേ മറ്റേ വഴി അത് നമ്മളെ നശിപ്പിക്കുന്ന സ്നേഹത്തിലേക്കും. അപ്പോൾ നമുക്ക് സ്നേഹത്തിന്റെ ഈ രണ്ട് വഴികളെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എപ്പോഴാണ് സ്നേഹം നമ്മളെ നിർമ്മിക്കുന്നത്, എപ്പോഴാണ് അത് നമ്മളെ നശിപ്പിക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നശിപ്പിക്കുന്ന സ്നേഹം എന്താണെന്ന് നോക്കാം. ഇതിനെപ്പറ്റി പറയുമ്പം ഉദാഹരണങ്ങളായി വരുന്നത് ലഹരിയോടുള്ള ഒരുതരം ഭ്രമം, അല്ലെങ്കിൽ കുടുംബങ്ങളെയൊക്കെ തകർക്കുന്ന ചില ബന്ധങ്ങൾ. ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള സ്നേഹം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. അത് നമ്മുടെ ഈ ജീവിതത്തെ മാത്രമല്ല, ഒരു ആത്മീയമായി ചിന്തിച്ചാൽ നമ്മുടെ പരലോകത്തെ ജീവിതത്തെയും മോശമായി ബാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. അതായത് നമ്മളെ നിർമ്മിക്കുന്ന സ്നേഹം. ഇതിനെയാണ് നമ്മളെ വളർത്തുന്ന, കെട്ടിപ്പടുക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഉമ്മയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹം, ഇങ്ങനെയുള്ള സ്നേഹമില്ലേ, അതാണ് ശരിക്കും കുടുംബങ്ങളെയും സമൂഹത്തെയുമൊക്കെ ഒരുമിച്ച് നിർത്തുന്ന ഒരു പശ പോലെ പ്രവർത്തിക്കുന്നത്. അതായത് ഇത് നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ ഗുണം ചെയ്യും. ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് എത്തുന്നത്. തെറ്റുകൾ തമ്മിലുള്ള സ്നേഹത്തിന് ആയുസ് കുറവായിരിക്കും. ഇതിൻ്റെ ലോജിക്ക് വളരെ സിമ്പിളാണ്. അതായത് ഒരു ബന്ധത്തിൻ്റെ ഫൗണ്ടേഷൻ തന്നെ വീക്കാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായ ഒന്നിൻ്റെ മുകളിലാണെങ്കിൽ, സ്വാഭാവികമായും അത് അധികകാലം നിലനിൽക്കില്ല. അതെപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. ഇനി നമ്മൾ ഈ വിഷയത്തിൻ്റെ കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു തലത്തിലേക്കാണ് പോകുന്നത്. അതായത് ഈ നല്ല സ്നേഹമെന്ന ആശയത്തെ വെറുമൊരു ഫീലിംഗ് എന്നതിലുപരി ഒരു ആരാധനയായി കാണുന്നതിനെക്കുറിച്ച്. സ്നേഹത്തിൻ്റെ ഈയൊരു ഉയർന്ന രൂപത്തിനാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ, സ്പിരിച്വലായിട്ടുള്ള ഒരു സ്നേഹം. ഇതൊരു വെറും ഫീലിംഗ് അല്ല, ഇതൊരു ആരാധനയാണ്, ഒരു ഇബാദത്താണ്. അതായത് നമ്മളെ സ്വർഗത്തിലേക്ക് വരെ എത്തിക്കാൻ ശക്തിയുള്ള ഒന്ന്. അപ്പോൾ സ്നേഹം ഒരു ആരാധനയാണെങ്കിൽ പിന്നെ നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി മാറുമല്ലോ, അല്ലേ? ഇവിടെയാണ് നല്ല കൂട്ടുകെട്ടിൻ്റെ പവർ എന്ന ഐഡിയ വരുന്നത്. നമ്മുടെ കൂടെയുള്ളവർ എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ തന്നെ തീരുമാനിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കേൾക്കുമ്പോൾ കുറച്ച് വലിയൊരു വാദമായി തോന്നാം, അല്ലേ? ഒരാൾ എത്ര മോശപ്പെട്ടവനാണെങ്കിലും നല്ല കൂട്ടുബന്ധങ്ങളുണ്ടാകുമ്പോൾ നന്നാവും, അതായത് നല്ല സ്വഭാവം പകരും എന്നൊക്കെ പറയില്ലേ, അതുപോലെ. പക്ഷേ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥയുണ്ട് ഇതിനു പിന്നിൽ. ഈ ഒരു ഐഡിയ മനസ്സിലാക്കാൻ നമ്മൾ നോക്കാൻ പോകുന്ന കഥയിലെ ഉദാഹരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. ആ കഥ തുടങ്ങുന്നത് തന്നെ ഈയൊരു ചോദ്യത്തിൽ നിന്നാണ്: ഒരു നായയ്ക്ക് സ്വർഗത്തിൽ എന്ത് കാര്യമാണുള്ളത്? കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നാം, അല്ലേ? പക്ഷെ വളരെ പ്രശസ്തമായൊരു കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത്. ഈ കഥ അസ്ഹാബുൽ കഹഫ് അഥവാ ഗുഹാവാസികളുടെ കൂടെയുണ്ടായിരുന്ന ഒരു നായയെക്കുറിച്ചാണ്. അതായത് ഈ നായ കുറച്ച് നല്ല മനുഷ്യരുടെ, ഔലിയാക്കളുടെ കൂടെ കൂടി. അവരോടുള്ള സ്നേഹവും ആ ഒരു കൂറും കാരണം ആ നായയുടെ സ്റ്റാറ്റസ് തന്നെ അങ്ങ് മാറി. അതിൻ്റെ നെജസ് അല്ലെങ്കിൽ അശുദ്ധി എന്ന വിശേഷണം പോലും മാറി. അവസാനം അത് സ്വർഗത്തിൽ വരെ എത്തി എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇവിടുത്തെ പോയിന്റ് വളരെ ഡീപ്പാണ്. അതായത് ആ നായ രക്ഷപ്പെട്ടത് അതിൻ്റെ സ്വന്തം പ്രവൃത്തികൾ കൊണ്ടല്ല, മറിച്ച് അത് ആരുടെ കൂടെയാണോ കൂട്ടുകൂടിയത്, ആ നല്ല മനുഷ്യർ കാരണമാണ്. അപ്പോൾ ഒരു നായയുടെ ഈ കഥ നമ്മളെ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു വാഗ്ദാനത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അതായത് പരലോകത്ത് ഈ സ്നേഹത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ് എന്നതിലേക്ക്. ഈ വാഗ്ദാനം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വളരെ പ്രമുഖനായ ഒരാളുടെ വാക്കുകളാണ് കേൾക്കാൻ പോകുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വർഷങ്ങളോളം പ്രവാചകന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സേവകനായി ഏറ്റവും അടുത്തൊരാളായി ജീവിച്ച വ്യക്തിയാണ്. ആയിരക്കണക്കിന് ഹദീസുകൾ, അതായത് പ്രവാചക വചനങ്ങൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് അറിവിൻ്റെ ആ ഉറവിടത്തോട് അത്രയും ചേർന്ന് നിന്ന ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് കാര്യങ്ങൾ നേരിട്ട് കേട്ട അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഈ കേട്ട കാര്യങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന ഹദീസ് ഏതാണ്? അദ്ദേഹം പറഞ്ഞ ആ മറുപടിയാണ് നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയത്തിൻ്റെ എല്ലാം കാതൽ. അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു. അദ്ദേഹം കേട്ടതിൽ വെച്ച് അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം നൽകിയ ആ ഒരൊറ്റ വാചകം ഇതായിരുന്നു:
ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അയാൾ പരലോകത്ത് അവരുടെ കൂടെ ആയിരിക്കും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കാരണം ഇത് ശരിക്കും വലിയൊരു കാര്യമാണ്. അനസ് റളിയല്ലാഹുവിന് പ്രവാചകനെയും പിന്നെ അബൂബക്കർ റളിയല്ലാഹുൻ, ഉമർ റളിയല്ലാഹുൻ എന്നിവരെയുമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു തന്റെ പ്രവൃത്തികളൊന്നും ഒരിക്കലും അവരുടെ അത്ര വലുതാവില്ലെന്ന്. അവിടെയാണ് ഈ ഹദീസ് അദ്ദേഹത്തിന് വലിയൊരു പ്രതീക്ഷ നൽകിയത്. അവരോടുള്ള ഈ ആത്മാർത്ഥമായ സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ഒരുപക്ഷേ പരലോകത്ത് അവരുടെ കൂടെ തന്നെ എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ. ഇമാം നവവിയെപ്പോലുള്ള വലിയ പണ്ഡിതന്മാർ പറയുന്നതും ഇതാണ് മഹബത്തിന്റെ പവർ. അതായത് നമ്മുടെയൊക്കെ കർമ്മങ്ങളിലുള്ള കുറവുകളും നമ്മൾ സ്നേഹിക്കുന്ന ആ വലിയ മനുഷ്യരുടെ പദവിയും തമ്മിലുള്ള വലിയ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ മാത്രം ശക്തിയുള്ള ഒരു ആരാധനയാണ് ഈ സ്നേഹം. അപ്പോൾ ഇത്രയും കേട്ട് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെത്തുന്നത് വളരെ പേഴ്സണലായിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്കാണ്. നമ്മുടെ അവസാനം നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവരുടെ കൂടെയായിരിക്കുമെങ്കിൽ നിങ്ങളുടെ സ്നേഹം അത് നിങ്ങളെ ആരുടെ കൂടെയാണ് ചേർത്ത് വയ്ക്കുന്നത്? ഇത് നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണല്ലേ?